ബുദ്ധിമുട്ട് അവൻ ഒരിടത്ത് നിന്ന് 10 ആൾക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുക. ഈ പിടിച്ചോണ്ട് പോകേണ്ട കാര്യം അദ്ദേഹത്തോടെ ഉണ്ടായിരുന്നു. സോ ഹായ് ഗൈസ്, കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഇത് 2ാമത്തെ ദിവസമാണ്. 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ല. ഞാൻ ഇപ്പോഴാണ് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്ക് എനിക്ക് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നു. ഇതേ കണക്ക് പരിപാടി നടത്തിയ ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്ന് എനിക്കെതിരെ പരാതി കൊടുത്തേക്കുന്നു. ഞാൻ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരുന്നപ്പം മൈക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു, ജഡ്ജസിനെ ആക്രമിച്ചു, ഇതുപോലത്തുള്ള വ്യാജ പരാതി എനിക്കെതിരെ കൊടുത്തു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ മൊത്തം നമ്മുടെ കണ്ണൂർ മിസ്റ്റർ കേരള മെൻ ഫിസിക്സ് ആ മത്സരത്തിന്റെ വിഷയങ്ങളാണ് കൂടുതലും ചർച്ച. മൊത്തം ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ മൊത്തം അതാണ്. ഒരു ചേട്ടൻ്റെ 1 man ഷോ ആണെങ്കിൽ കാണാം, അങ്ങനെ തന്നെ പറയാം. ഞാനിത് നോക്കി ഞാനത് കണ്ടിങ്ങനെ ഓടിച്ചങ്ങ് വിടുമായിരുന്നു. പിന്നെ വല്ല ചെയ്യാന്നുള്ള രീതിയിൽ. പിന്നെ എൻ്റെ ഒരു കസിന് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ സംഭവം നോക്കുന്നു പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന ഫിലിപ്പിൻ്റെ കേസ് കെട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നോക്കിയപ്പം ഇത് സത്യത്തിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഒന്ന് സംസാരിച്ച് പോകത്ത് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പം നടക്കുന്ന കുറേ തോന്നിവാസ പരിപാടികളുണ്ട്. പണം മാത്രം കണ്ടിട്ട് മുന്തി കുറേ രാജാക്കന്മാരുടെ മക്കളും കുഞ്ഞമ്മയുടെ മക്കളും മറച്ചന്മാരുടെ മക്കളും ഒക്കെ ഉണ്ടല്ലോ. അവന്മാരൊക്കെ ഇതുപോലുള്ള ബോഡി ബിൽഡിങ്ങും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പം അമ്മാവന്മാരാ ജഡ്ജിങ്ങിൽ എന്ത് ചെയ്യും, വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. ഓക്കെ, ഈ നാദൃശ്യം എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. അദ്ദേഹം അത്യാവശ്യം ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹമാണ് ഈ പറയുന്ന മിസ്റ്റർ കൊല്ലം. അതായത് ജനുവരി 10 അദ്ദേഹത്തിന് മത്സരം കാര്യങ്ങളൊക്കെ അദ്ദേഹം വിൻ ചെയ്തൊരു വ്യക്തിയായിരുന്നു. മിസ്റ്റർ കൊല്ലം പാസ്സായ വ്യക്തി മിസ്റ്റർ കേരള മത്സരിക്കാൻ വേണ്ടി കണ്ണൂർ പോയി. അപ്പം ഈ കൊല്ലത്തെ അതേ ജഡ്ജിമാർ തന്നെയായിരുന്നു അവിടെ ഇരിക്കുകയും ചെയ്തത്. അതേ ആൾക്കാർ പിന്നീട് എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് വീഡിയോ ഒന്ന് കാണാം. വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വിലയിരുത്തുക. മൈക്കോർക്കപ്പ കേൾക്കുന്നില്ല, മൈക്കോർക്ക് കൊല്ലം ജില്ലാ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനാണ് ചേർന്നത്. എനിക്ക് റീസൺ അറിയണം. ഞാൻ പ്രപ്പ് തുടങ്ങിയ ഡേ 1 മുതൽ ഇന്ന് വരെ മൈക്കോർക്ക പേടിയോ സംസാരിക്കട്ടെ. ഈ ജനുവരി 10 കൊല്ലത്തെ മത്സരവും കാര്യങ്ങളും ഒക്കെ. ഫെബ്രുവരി ആയപ്പം, അതായത് മിസ്റ്റർ കേരള മെൻസ് ഫിസിക്സ് മത്സരിക്കാൻ വേണ്ടി കണ്ണൂർ പോയപ്പം, അതായത് ഫെബ്രുവരി 2 ദിവസം മുമ്പ്, ഈ 2 ദിവസം മുമ്പ് അദ്ദേഹം ഒരു ബോഡി ബിൽഡറുടെ ബോഡിയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രൈസ് കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ആര് പറയുന്നത്, ജഡ്ജികൾ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു മര്യാദ ഇല്ലേ? ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് എന്താ പറയണ്ട, ബോഡി ബൾക്കായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വെയിൻ ഇങ്ങനെ ഇരിക്കുന്നത്, അതുപോലുള്ള കൊച്ചു ന്യായങ്ങളും കാര്യങ്ങളൊക്കെ ആണ് അവന്മാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് വേറെ ഒന്നുമല്ല, ഇവർക്ക് വേണ്ടപ്പെട്ടവർ ആരൊക്കെ അവിടെ ഉണ്ടോ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിട്ടാണ്. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ഇത് അറിഞ്ഞിട്ട് ഒരു ജിമ്മിൽ ഒരാളെ വിളിച്ച് അദ്ദേഹം അറിഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. അവർക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ കണ്ണടച്ച് കൊടുക്കും. പിന്നെ ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുവാണെങ്കിലും ആൾക്കാർ അത്ര മൈൻഡ് ചെയ്യാറില്ല. കാരണം കുറേ അവന്മാർ ബോഡിയും പട്ടിഷോയൊക്കെ കാണിച്ച് ഓരോ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നു എന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ രീതിയും സംസാരമൊക്കെ. ഇന്നത്ര വാല്യൂ കൊടുക്കാറില്ല. അത് നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പമാണ്, അത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് സത്യം പറഞ്ഞാലോ. ഇതാ പുള്ളിക്കാരൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു ഷോയ്ക്ക് ഇറങ്ങിയത്. മിക്ക പിള്ളേരും സത്യം പറയല്ലോ, പണ്ട് ഞാനൊക്കെ ജിമ്മിൽ പോകുന്ന സമയത്ത് പത്രം ഇടാൻ പോകുന്നവന്മാരുണ്ട്. പത്രം ഇടാനും ഈ പാല് കൊടുക്കാനും എന്തിനാ മാസം അതിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് പോയി ജിമ്മിൽ പോകും. ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് പ്രോട്ടീൻ മേടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ കിണർ കോരാൻ പോകത്തില്ലേ, കിണർ കോരാനും അങ്ങനെയുള്ള പരിപാടികളും കാര്യം മൈക്കാട് പണിക്കൊക്കെ പോയിട്ട് പ്രോട്ടീൻ പൗഡർ മേടിക്കും. അങ്ങനെയൊക്കെ ബോഡി സെറ്റ് ചെയ്ത് അടുത്തുന്ന പിള്ളേരുണ്ട്. ഒരു ചെറുക്കം പശുവിനെ കറക്കാൻ പോകും. നമുക്കറിയാവുന്നൊരു പയ്യനാണ്. അവൻ പശുവിനെ കറക്കാൻ പോയി ഓരോ വീടുകളിലൊക്കെ രാവിലെ പോയി കറന്നൊക്കെ കൊടുക്കുകയൊക്കെ അപ്പൂപ്പനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവൻ പോകും. എന്നിട്ട് ഇതിന് കിട്ടുന്ന പൈസയ്ക്ക് എന്തെടുക്കും, ബോഡിയും കാര്യങ്ങളൊക്കെ സെറ്റായി ഇതുപോലുള്ള ഷോയ്ക്കും കാര്യങ്ങളൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യും നല്ല രീതിയിലൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതുപോലുള്ള മുന്തി കുറേ അവന്മാരുണ്ടെങ്കിൽ ഒരു ഗുണം ഉണ്ടാവത്തില്ല. അവൻ്റെയൊക്കെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി, അവരൊക്കെ അവസ്ഥ ആലോചിച്ച് കഷ്ടപ്പാടിൻ്റെയൊക്കെ കാര്യങ്ങൾ. ഇതൊന്നും എല്ലാവർക്കും വരെ കുറേ അവന്മാരുണ്ട് ബോഡിയൊക്കെ കാണിച്ചിട്ട് എന്തിനാണ് നടക്കുന്നതെന്നൊക്കെ കുറേ നാട്ടുകാരും പറയുന്ന കുറേ നാറികളുണ്ട് സത്യം പറഞ്ഞാലോ. പക്ഷേ ഇവറ്റയുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കേസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. കേസ് ഇപ്പം അതിൻ്റെ ഒരു വീഡിയോ പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട്. അവിടെ മൈക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നാറി കുറവന്മാർ. ഇപ്പം ക്യാമറയും കാര്യങ്ങളും ഉണ്ടോണ്ട് നമുക്ക് ഏകദേശം കാര്യങ്ങൾ അവിടെ അത്രയും മാന്യമായിട്ടാണ് ആ വ്യക്തി സംസാരിക്കുകയൊക്കെ ചെയ്തത്.
എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല. സ്റ്റേജിൽ നിങ്ങൾ കണ്ടത് ഞാൻ ആ ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നതാണ്. അന്നേരം മൈക്കിലൂടെ അനൗൺസ് ചെയ്തത്, അതായത് അർജുന അവാർഡിയായിട്ടുള്ള പോളി എന്ന് പറയുന്ന വ്യക്തി മൈക്കിലൂടെ അനൗൺസ് ചെയ്തത് എനിക്ക് ബോഡി ബിൽഡിങ്ങിന്റെ ഫിസിക്കായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് വിൻ ചെയ്യാൻ പറ്റാഞ്ഞത്. ഇതേ ജഡ്ജിങ് പാനലിൽ തന്നെയാണ് എന്നെ കൊല്ലം ജില്ലാ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായിട്ട് തെരഞ്ഞെടുത്തിട്ട് ഫ്ലാഷ് ഇടുന്ന സമയത്ത് പറഞ്ഞത് യു ഹാവ് എ ഗ്രേറ്റ് ഫിസിക്, മെൻസ് ഫിസിക്കിൽ ഗ്രേറ്റ് ഫ്യൂച്ചർ ഉണ്ട്, വിട്ടുകളയരുതെന്ന് പറഞ്ഞു. സോ ജനുവരി 10-ാം തീയതി നടന്ന കോമ്പറ്റീഷനിൽ ഞാൻ മെൻസ് ഫിസിക് അത്ലീറ്റും ഫെബ്രുവരി 15-ാം തീയതി നടന്ന കോമ്പറ്റീഷനിൽ ഞാനൊരു ബോഡി ബിൽഡറും ആയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സെക്കൻഡ് തിങ്, ഞാൻ വെയിങ്ങിന് പോയപ്പോൾ എന്നോട് പറയായിരുന്നു ഇത് മെൻസ് ഫിസിക്കിന് ചേർന്ന ബോഡിയല്ല, ബോഡി ബിൽഡിങ്ങിന് ചേർന്ന ബോഡിയാണ്, അതിൽ പോകും. തേർഡ് തിങ്, ഞാൻ ടാനും തേച്ച് സ്റ്റേജിൽ വന്നപ്പം എന്നോട് പറയായിരുന്നു ട്രങ്ക് നമ്പർ 453 കം ഫോർവേഡ്, നിങ്ങൾക്ക് ബോഡി ബിൽഡിങ്ങിന്റെ ഫിസിക്കാണ്, മെൻസ് ഫിസിക് അല്ല, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് ആ സമയത്ത് പറയായിരുന്നു. അതൊന്നും ചെയ്തില്ല. നേരെ മറിച്ച് അത്രയും. അപ്പോൾ ഇതൊക്കെ ആദ്യമേ പറയേണ്ട കാര്യങ്ങളല്ലായിരുന്നു. ഇതെന്ത് പറ്റി അവസാനം കൊണ്ടിട്ട് പറയുന്നത്? ഇതിന് 2000, 3000, 4000 രൂപയൊക്കെ വെച്ചാണ് മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. പണ്ടൊക്കെ തുച്ഛമായിട്ടുള്ള വിലകളും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു ഇതുപോലുള്ള പ്രോഗ്രാമിനും ഇതുപോലുള്ള ഷോയ്ക്കൊക്കെ പങ്കെടുക്കാനൊക്കെ ആണെങ്കിൽ പോലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തോ ക്രൂരതയാണ് നീയൊക്കെ ചെയ്യുന്നത് നിൻ്റെയൊക്കെ നേട്ടത്തിന് വേണ്ടിയും. അന്നേരത്തെ പൈസയ്ക്ക് വേണ്ടി കാണിക്കുന്ന ഓരോ തോന്നിയാസങ്ങളാണ്. പെട്ടുപോകുന്ന എത്ര പാവങ്ങളാണ്, അതൊന്ന് ചിന്തിക്കട്ടെ. ഓക്കെ, ഇനി വേറൊരു വീഡിയോ ഉണ്ട്, ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. ബുദ്ധിമുട്ട് അവൻ ഒരിടത്ത് നിന്ന് 10 ആൾക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുക. ഈ പിടിച്ചോണ്ട് പോകേണ്ട കാര്യം അദ്ദേഹത്തോടെ ഉണ്ടായിരുന്നു. നിങ്ങൾ സംസാരിച്ചു സംസാരിക്കാൻ പോയിട്ടുണ്ട്. പുള്ളി വരട്ടെ, പ്രശ്നമില്ല, നമ്മളെല്ലാവരും മത്സരിക്കാൻ വന്നെ. ആരാം കൂടെ ഒന്ന് ഫ്രീ ആയിട്ടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അടുത്ത വർഷവും ഇവര് സംസാരിക്കാൻ പോയിട്ടുണ്ട്, വരട്ടെ. നമ്മള് ജനറൽ പബ്ലിക്കിനോട് സംസാരിക്കും മുമ്പേ ജഡ്ജസ് നമ്മുടെ അടുത്ത് സംസാരിക്കാമെന്നും കാരണം വ്യക്തമായി പറയാമെന്നും പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ട് നമുക്ക് ബുദ്ധിക്ക് തിരക്കുന്ന കാര്യമാണെങ്കിൽ നമ്മളത് കേൾക്കും, വണ്ടി എടുക്കും, വീട്ടിൽ പോകും. അത്രേ ഉണ്ടേ. അവർക്ക് എന്താ കാര്യം എനിക്കിവിടെ വരേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞാ ഇടയ്ക്ക് ഒരുത്തം പറഞ്ഞല്ലോ നമ്മളൊക്കെ എന്തോ മാങ്ങാത്തോലിയാണെന്നൊക്കെ. എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഈ ബോഡി ബിൽഡിങ്ങും അതും ഇതുമൊക്കെയാണ് ഇറങ്ങുമൊക്കെ ചെയ്യുമ്പം ഒരു കാര്യം പറയാം, എത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പറയാം മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. ചില ആൾക്കാർ പറയും നീ ഇതും കൊണ്ട് നടന്നു, വീട്ടുകാരൊക്കെ പറഞ്ഞായിരിക്കും. കൂടുതലും സത്യം പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ചിലപ്പോൾ അതിനേക്കാളും താന്നതായിരിക്കും ആൾക്കാരായിരിക്കും കൂടുതൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരന്നു പൈസ ഉണ്ടാക്കുന്ന ഞാൻ മുമ്പേ പറഞ്ഞു, അത് ഇത് എത്ര പത്രം ഇടാനും അതൊക്കെ പോകും. പിന്നെ വീട്ടിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ മോൻ ഇതുമായിട്ട് കടന്ന ജീവിതം നടക്കത്തില്ല. എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടായിരിക്കും ആ ഒരു ലെവലിൽ എത്തുന്നതെന്നും പറഞ്ഞാൽ ഇപ്പമാർക്കൊന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, ഇപ്പോൾ അവൻ്റെ പേര് കേസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, അവിടുത്തെ എത്രയൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും ജനങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. സോ ഹായ് ഗൈസ്, കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഇത് 2-ാമത്തെ ദിവസമാണ്. 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ല. ഞാൻ ഇപ്പോഴാണ് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്ക് എനിക്ക് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ വന്നു. ഇതേ കണക്ക് പരിപാടി നടത്തിയ ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്ന് എനിക്കെതിരെ പരാതി കൊടുത്തേക്കുന്നു. ഞാൻ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരുന്നപ്പം മൈക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു, ജഡ്ജസിനെ ആക്രമിച്ചു, ഇതുപോലത്തുള്ള വ്യാജ പരാതി എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ കണ്ടു നിന്ന അത്രയും ജനങ്ങൾക്കറിയാം അവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്ന്. എന്നോട് എപ്പോഴാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, അവളുടെ ഡേറ്റ്, അതായത് ചെക്കപ്പ് ഡേറ്റ് വന്നിട്ടുണ്ട്. അതും കൂടെ നോക്കിയിട്ടേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വരുന്ന ദിവസം ഇന്ന് രാത്രി എന്തായാലും നിങ്ങളെ അറിയിക്കാം. കോമ്പറ്റീഷൻ നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ആരെങ്കിലും സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് വേണ്ടി വരിക. അവിടെ നടന്നത് എന്താണെന്ന് അവരെ വ്യക്തമാക്കി കൊടുക്കുക. തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ചോദ്യം ഉന്നയിച്ചവനെ അഴിക്കുള്ളിലാക്കുന്നതാണ് ഈ അസോസിയേഷൻ്റെ ധർമ്മമെങ്കിൽ എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും ചോദ്യം ചെയ്യും. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അതെന്തായാലും കലക്കി. എന്തായാലും ആ ഒരു വീഡിയോ കാണുന്നവർ ആരോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അത്രയും കൂടെ നല്ല കാര്യമാണ്. കഷ്ടപ്പെട്ടില്ലടാ ആ ഒരു സ്റ്റേജിലോട്ട് വരിക എന്നൊക്കെ പറയാന്ന് വെച്ചാൽ. ഞാനൊക്കെ ജിമ്മിൽ പോയിട്ട് പണ്ടൊക്കെ ഭയങ്കര വർക്കൗട്ടും കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ഒക്കെ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ചുമ്മാ അവിടെ നിൽക്കുക, ട്രെഡ്മിൽ യൂസ് ചെയ്യുക, തിരിച്ച് വീട്ടിൽ വരിക, ഇതൊക്കെയാണ് പരിപാടി. ഈ അടുത്ത സമയത്ത് ഒരു മാസം നല്ല പക്കയായിട്ട് പോയി, പക്ഷെ പിന്നീട് കുളമായി. അപ്പോഴും അവിടെ ഹാർഡ് വർക്ക് ചെയ്ത് നിൽക്കുന്ന ഓരോ പിള്ളേരുണ്ട്. സത്യം പറയാലോ, ഉമ്മമാരെ പോലെ ആവണം. അതൊക്കെ പണ്ട് നമ്മളെ നിന്നൊക്കെ ഉപദേശം മേടിച്ച പിള്ളേർ ഇപ്പോൾ നമ്മളെക്കാളും വേറെ ലെവലായിട്ട് പോകുന്നു.
ഇത് സത്യം പറയാലോ, ഈ വർക്കൗട്ടും കാര്യങ്ങളും ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ എല്ലാവരും പറയുന്ന പോലെ സിമ്പിൾ കാര്യങ്ങളൊന്നും അല്ല. അത് ചെയ്യുന്നവനും അതുപോലെ ആക്കിയെടുക്കുന്നവൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. ഇതുപോലുള്ള പല തന്തയ്ക്ക് പറഞ്ഞവന്മാർ വന്നിട്ട് അത് ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രശ്നവും കാര്യങ്ങളും നമ്മുടെ നാട്ടിലാണ്. ഓക്കെ, എന്തായാലും ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ.